ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നല്ലതും വിലയേറിയതുമായ ആമേൻ ഈ പ്രഭാത സമയത്ത് ആമേൻ ഹല്ലേലൂയ പല ടൈം സോണുകളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന ആമേൻ പല ദേശങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. ഏകദേശം 25 കുടുംബങ്ങളോളം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ നടുവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേഗത്തിലൊരു വേദഭാഗം വായിച്ചു ഞാൻ ആമേൻ ദൈവസന്നിധിയിൽ താഴ്ന്നിരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. എല്ലാവരും സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നിങ്ങൾക്കായിട്ട് അത് വായിക്കുന്നു. ആക്ട് ആമേൻ 12 വാസ് ആമേൻ ചാപ്റ്റർ 12 and word 12. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ. സ്തോത്രം. ഒരല്പസമയം ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ഇന്ന് പ്രഭാത സമയത്ത്, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഇന്ന് പ്രഭാത സമയത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെടുന്ന ഒരു പകലായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാത സമയത്ത് തന്നെ നമ്മളോട് അതിശക്തമായൊരു ദൂത് അറിയിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഒരുമിച്ച് കൂടിയിരുന്നു കൊണ്ട് ഏത് വിഷയത്തെയാണോ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന്റെ അകത്തില് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിപ്പിക്കുന്നത് അതിനകത്തൊരു ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുമെന്ന് തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഹെരോദാവിന്റെ ആമേൻ ആമേൻ അതായത് ഈ പത്രോസിനെ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വിഷയമാണ് ഇതിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ച്, അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. ഹല്ലേലൂയ. സന്ദർഭം പിടികിട്ടിയോ? ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരുവൻ ആമേൻ ഒരു വിഷയത്തിനകത്തില് അല്ലെങ്കിൽ ഹെരോദ രാജാവ് യോഹന്നാന്റെ സഹോദരനായി യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അത് ഭയങ്കരമായ സന്തോഷകരമായ വിഷയമായി തീർന്നു. എന്നാൽ ആമേൻ സ്തോത്രം അടുത്ത സെക്കൻഡിൽ ആമേൻ അപ്പോസ്തലനെ പിടിച്ച് അവർ ജയിലിനകത്ത് അടയ്ക്കപ്പെടുവാനായിട്ട് തീരുമാനിച്ചു. ഹല്ലേലൂയ. അടയ്ക്കപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ സഭയുടെ പ്രാർത്ഥനയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. സഭ ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആമേൻ സ്തോത്രം പത്രോസിന്റെ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ആ ഒരു ദൂതിലേക്കാണ് വരുന്നത്. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഈ ദിവസങ്ങളിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഈ മണിക്കൂറുകൾക്കകത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മൾക്ക് മറുപടി തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഇതിനകത്തിൽ വിശ്വാസത്തോടെ അതിനെ ഏറ്റെടുക്കും? ഹല്ലേലൂയ. സ്തോത്രം. ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന. ആമേൻ. ഏത് വിഷയത്തെയാണോ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആ വിഷയത്തിനകത്ത് कोई भी आमेन प्रार्थना विषय के अंदर आमेन परमेश्वर आज तुम्हें आमेन आमेन हालेलुया तुम्हारा घर के अंदर आकर हमें मैं इतना ही बता रहा हूँ आमेन मैंने हिंदी में जो सुनने वाले को मैं बता रहा हूँ आमेन तुम्हारे पास आकर तुमको वो चंगाई देंगे. हालेलुया. आमेन. हालेलुया. कोई भी विषय हो ഏത് വിഷയമായിരുന്നാലും ആ വിഷയത്തിന്റെ അകത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന ഒരു പ്രഭാതമായി തീരുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. പത്രോസിനെ അവർ ആമേൻ കാരാഗ്രഹത്തിനകത്ത് പിടിച്ച് അടച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. 5-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. സഭ ശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇന്ന് പകലിൽ ആമേൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ഹല്ലേലൂയ ഒരുമിച്ച് പ്രഭാത സമയത്തിൽ ആമേൻ പല ടൈം സോണുകളിൽ വന്നിരുന്നു കൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം
കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനകൾ ഓരോന്നായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നിരത്തി വെക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മളുടെ യാചനകളെ കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടുകയാണ്. ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ ദൂതറിയിപ്പിക്കുന്നു. ആമേൻ, ഈ മണിക്കൂറുകൾ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായൊരു ദൂതറിയിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് ഇന്ന് പകലിൽ അതിനെ സ്വീകരിക്കാൻ കഴിയുന്നവർ ആത്മാവിനെ അതിനെ സ്വീകരിച്ചു കൊള്ളുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിപ്പിക്കുന്നതാണ്. അവൻ ഏതൊക്കെയോ മേഖലകൾ, ഒരു ജോലിയില്ലാതെ നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആ പ്രാർത്ഥനാ വിഷയത്തിനകത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു. ആമേൻ. അതുമാത്രമല്ല, അവൻ ജീവിത സാഹചര്യങ്ങൾക്കകത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചില പ്രതികൂലങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ജീവിത സാഹചര്യങ്ങളെ തടസ്സമായിട്ട് നിൽക്കുന്ന ചില മുള്ളുവേലികൾ പോലെ നിൽക്കുന്ന ചില വിഷയങ്ങളെ എന്റെ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ അതിനെ എടുത്തു മാറ്റുന്ന പകലാണെന്ന് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ചില കെട്ടുകൾ അഴിയപ്പെടുകയാണ്, ചില ബന്ധനങ്ങൾ അഴിയപ്പെടുകയാണ്. പത്രോസേ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നീ അകത്തു കിടക്കുമ്പോൾ ആമേൻ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, സഭ പ്രാർത്ഥിച്ചുകൊണ്ട് ശിഷ്യന്മാർ ഒരുമിച്ച്, തന്റെ കൂടെ നിന്നവർ ഒരുമിച്ച് അവർ കരം കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആമേൻ ചില വിഷയത്തിനകത്തിൽ മറുപടി ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ സംഭവിച്ചത് എന്താണ്? ആമേൻ, ആ ഭാഗങ്ങൾ ഇങ്ങോട്ട് വായിച്ചു വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ചില ചലനങ്ങൾ സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ചലിക്കപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. പെട്ടെന്ന് അവിടെ പറയുന്നത് കേട്ടോ, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. അടുത്ത പദം പറയുന്നു, പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവനെ, പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്നും വീണുപോയി. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത്, ആമേൻ, ഹല്ലേലൂയ, ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഇതുപോലെയൊക്കെ ചില കാര്യങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അതിനെ ഏറ്റെടുത്തോണം, നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം ചില മൂവ്മെന്റുകളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പകർന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, വിലാപ്പുറത്ത് തട്ടുന്നത് കേൾക്കണം, അത് അറിയണം. ഹല്ലേലൂയ. എന്ന് വെച്ചെങ്കിൽ പ്രാർത്ഥന, സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഇതിനകത്തിൽ 12 മണിക്കൂർ പ്രാർത്ഥന, ആമേൻ, ടീമുകളുണ്ട്. ഈ പ്രാർത്ഥന പടയാളികൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വിഷയം എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ, ആ വിഷയത്തിനകത്തിൽ മറുപടി കിട്ടുമ്പോൾ, ആമേൻ, ഞാൻ ഇങ്ങനെ പറയും, അതിന്റെ റിസൾട്ട് വെളിച്ചത്ത് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അതിനെ ഒതുക്കി വെക്കാനായിട്ട് കഴിയത്തില്ല. ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിനകത്ത് ശക്തമായൊരു മറുപടിയെ ആമേൻ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുമെന്ന് തന്നെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ആമേൻ, ഹല്ലേലൂയ. സഭ പ്രാർത്ഥിച്ചാൽ, ആമേൻ, സഭ പ്രാർത്ഥിച്ചാൽ ചില ഞരങ്ങുന്ന വിഷയങ്ങൾക്കകത്ത്, ആമേൻ, സഭ പ്രാർത്ഥിച്ചാൽ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ചങ്ങലക്കിട്ടപ്പെട്ട ചില വിഷയങ്ങൾക്കകത്ത് ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആമേൻ, ചങ്ങലക്കിട്ട ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, നാളുകളായിട്ട് ബന്ധിക്കപ്പെട്ട ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനകത്ത് ചില, ആമേൻ, ഹല്ലേലൂയ, ചില, ആമേൻ, റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തിയോ അന്യഭാഷകളിലോ അതിനോട് പ്രതികരിച്ചു തുടങ്ങിക്കോണം. ഹല്ലേലൂയ, സ്തോത്രം. എത്ര വലിയ ചങ്ങലയാണെന്നുണ്ടെങ്കിൽ ദൂതന്റെ സ്പർശനം ശരീരത്തിന്റെ മേൽ തൊട്ടുകഴിഞ്ഞാൽ, ദൂതന്റെ സാന്നിധ്യം ശരീരത്തിന്റെ മേൽ തൊട്ടുകഴിഞ്ഞാൽ ചങ്ങലകൾ അഴിയപ്പെടും. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ കൈ തൊട്ട സമയത്ത് തന്നെ, യേശുവിന്റെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ജീവിതത്തിനകത്തിലുള്ള, ആമേൻ, എത്ര വർഷങ്ങളായിട്ടുള്ള കെട്ടുകളാണെങ്കിലും അതിനെ അഴിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ, ആമേൻ, വാക്കുകൾക്ക് കഴിഞ്ഞുവെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൂതൻ ഇറങ്ങി പത്രോസിന്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിന്റെ മേൽ നിന്നും, ആമേൻ, ആ ചങ്ങലകൾ അഴിയപ്പെട്ടു എന്ന് തിരുവചനം നമ്മളോട് അറിയിപ്പിക്കുകയാണ്.
ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അവിടെ അടുത്ത പറയുന്നത് പെട്ടെന്ന് ആമേൻ കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ആരോടാ പ്രാർത്ഥിച്ചത്? ദൈവത്തിനോടാണ് പ്രാർത്ഥിച്ചത്. ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ കർത്താവ് ആമേൻ ദൂതനെ അയച്ചു. ദൂതനെ അയച്ചിട്ട് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയപ്പോൾ ആമേൻ ഹല്ലേലൂയ പത്രോസിന്റെ ശരീരത്തിന്റെ മേൽ നിന്നും ചങ്ങല ആമേൻ അഴിയപ്പെട്ടു. അടുത്തത് പദം പറയുന്നത് ദൂതൻ അവനോട് ആമേൻ അരകെട്ടി ആമേൻ ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ പറയാൻ കഴിയും, കർത്താവേ ഞാൻ അങ്ങയുടെ പിന്നാലെ വന്നോളാം. ഹല്ലേലൂയ. അങ്ങന്റെ മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, എൻ്റെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളും എനിക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകലിൽ? എൻ്റെ ജീവിതത്തിനകത്തില് ആമേൻ എൻ്റെ മുൻപിൽ കർത്താവ് ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ പറഞ്ഞു ക്രിസ്തുവിൽ മറയുക. ക്രിസ്തുവിൽ മറഞ്ഞാൽ ആമേൻ യേശുവിന്റെ സ്നേഹത്തിനകത്ത് നമ്മൾ നിന്നു കഴിഞ്ഞാൽ, യേശുവിനോട് ചേർന്ന് നിന്നാൽ, യേശു നമ്മുടെ മുൻപേ ആമേൻ നമുക്ക് മുമ്പേ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ തുറക്കാത്ത വാതിലുകൾ ആമേൻ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. ഹല്ലേലൂയ. ആമേൻ. ഇത് പിടിച്ചോണം, ഇന്ന് പകലിൽ പിടിച്ചോണം. എൻ്റെ ജീവിതത്തിനകത്തില് ഞാനും അപ്പനുമായിട്ടുള്ള ബന്ധത്തിനകത്തിൽ ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആമേൻ ചെറിയ പ്രായത്തിനകത്തിൽ കൊച്ചു കുഞ്ഞുങ്ങള് ആമേൻ അപ്പന്റെ കരത്തിൽ ഇങ്ങനെ പിടിച്ചു നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അവർക്കറിയാം അപ്പന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഫുൾ പ്രൊട്ടക്ഷൻ ആണെന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് ചിന്തിച്ചെയ്യുന്ന, ഞാൻ അപ്പന്റെ കരത്തിലാ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കത്തില്ല. എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ അപ്പൻ അതിനെ ഏറ്റെടുത്തുകൊള്ളും. ഹല്ലേലൂയ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ സംസാരിക്കുന്നു, ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ശബ്ദിക്കുന്നു. ഹല്ലേലൂയ. ഈ പദം നിങ്ങൾ പിടിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം. आमीन हिंदी में सुनने वाले को मैंने ये बात बताना चाहता हूँ. आमीन एक पिता आमीन हालेलुया जाने का टाइम उसके हाथों में पकड़ के उसका बच्चा चलते तो आमीन उसको एक धैर्य उसका आमीन उसका हृदय के अंदर मतलब उसका दिल के अंदर एक शांति रहते है. मेरे पिता के साथ में मैं चलते हैं. आमीन हालेलुया. मुझे कुछ भी नहीं हो सकता है क्योंकि मैं पिता के हाथों के अंदर पकड़ा हुआ है. आमीन हालेलुया. समझ गए आया? ആമേൻ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യേശുവിന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യുക. യേശു के साथ में तुम आमीन हाले चलते फिरते घूमे जाओ. आमीन तुम्हें आमीन उन्हें संभालेंगे. हालेलूയ हालेलൂയ. റീമാന ഹദരഗഡഗസിയന്തന. ഹാലേലൂയ. ഇത് തന്നെയാണ് ഇവിടെ പത്രോസിന് സംഭവിക്കുന്നത്. പത്രോസിന്റെ ജീവിതത്തിനകത്തില് ദൂതൻ ഇറങ്ങി അവനോട് പറയുകയാണ്, നീ എഴുന്നേൽക്കുക, അര കെട്ടുക, ചെരുപ്പിടുക, ആമേൻ ഹല്ലേലൂയ, എന്റെ കൂടെ യാത്ര ചെയ്യ്. ആമേൻ എന്റെ കൂടെ യാത്ര ചെയ്ത്. ഹല്ലേലൂയ. അടുത്ത പദം ഇങ്ങനെയാണ് അവിടെ പറയപ്പെടുന്നത്, അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്നു. ഇരുമ്പ് വാതിക്കൽ അമനെത്തി, അതവർക്ക് സ്വതവേ തുറന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ ഒന്നും രണ്ടും ഒരു പ്രശ്നമല്ലായിരുന്നു, മൂന്നാമത്തത് സ്ട്രോങ് ആയിരുന്നു. പക്ഷെ അത് സ്വർഗത്തിലെ ദൈവം അതിനെ ആമേൻ ഹല്ലേലൂയ അവർക്ക് മുമ്പിൽ അതിനെ ഓപ്പൺ ചെയ്തു കൊടുത്തു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ ചില പട്ടണത്തിന്റെ വാതിലുകൾ ഹല്ലേലൂയ, എനിക്കൊരു അങ്ങനെ ഒരു ദൂത് വരുന്നു. പട്ടണത്തിന്റെ വാതിൽ ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കപ്പെടും. ആമേൻ. പട്ടണത്തിന്റെ വാതിൽ തുറന്നാൽ ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, ദേശത്തിന്റെ കെട്ടുപൊട്ടിയെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. നീ പാർക്കുന്ന ദേശത്തിന്റെ അകത്ത് ആമേൻ ഒരു ശുശ്രൂഷയാണോ, അതിന്ന് പകലിൽ ആമേൻ അതിനു വേണ്ടിയുള്ള ഓപ്പണിങ്ങുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. അതല്ല, ജോലി മേഖലയ്ക്കകത്താണോ, ആമേൻ ആ പട്ടണത്തിനകത്ത് ആമേൻ ആ വാതിലുകളെ കർത്താവ് തുറന്നു തരികയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പന്റെ കരത്തിലാണോ പിടിച്ചിരിക്കുന്നത്, അപ്പനാണ് മുൻപിൽ നടക്കുന്നതെങ്കിൽ നിനക്ക് വിശ്വസിച്ചാൽ മാത്രം മതി ഇന്ന് പകലിൽ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജയേഷ് പാസ്റ്റർ പറയുന്നത് പോലെ വിശ്വസിക്കുക, അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിലാണ് പിടിച്ചിരിക്കുന്നത്. ദൈവമാണ് നമ്മളെ ആമേൻ സംരക്ഷിച്ചിരിക്കുന്നത്. യേശുവിന്റെ കരത്തിൽ പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ, യേശു നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇങ്ങനെ വിശ്വസിച്ചോണം, ആമേൻ എന്റെ കാര്യം മുഴുവനും എന്റെ യേശു നോക്കിക്കൊള്ളും. ഹല്ലേലൂയ.
പിടികിട്ടുന്നുണ്ടോ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിനോട് പറയണം, കർത്താവേ, അവൻ ആ 1-ാം കാവലും 2-ാം കാവലും ഹാലലൂയ വളരെ ഈസി ആയിട്ട് പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിലേക്ക് വന്നപ്പോൾ അവൾ എഴുതി വെച്ചിരിക്കുന്നത് അത് ഇരുമ്പ് വാതിലായിരുന്നു എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഈ സ്ട്രോങ് വാതിലിനെ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാ പറയുന്നത്? ഹാലലൂയ, ഒരു മനപ്പെട്ട പ്രാർത്ഥന വേണം. ഹാലലൂയ. അത് തന്നെയാണ് ലിസ സിസ്റ്റർ പറയുന്നത്. ഒരു മനപ്പെട്ട പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഹാലലൂയ. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ അടിച്ചോ ഉയർത്തിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് അങ്ങനെ പ്രതികരിച്ചു തുടങ്ങുന്ന പകലിൽ. ഹാലലൂയ, സ്തോത്രം. പത്രോസിന് അവിടെ അടുത്ത സെക്കൻഡിൽ എഴുതി വച്ചിരിക്കുന്നു. പത്രോസിന് അതുവരെ ഇല്ലാത്ത ബോധം അടുത്ത സെക്കൻഡിനകത്ത് തന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വന്നു. ഹാലലൂയ, സ്തോത്രം. എന്താണ് അവിടെ സംഭവിച്ചത്? ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സമാധാനം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ പറയുകയാണ് അവന് സുബോധം വന്നു. അതുവരേക്കും ഹാലലൂയ അവൻ അകത്ത് കിടന്നപ്പോൾ സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയത്തില്ല. 2 കരത്തിലകത്തിലും ചങ്ങലകൾ, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവന്റെ ഹാലലൂയ, സ്തോത്രം, അവന്റെ ബുദ്ധിയെ ഹാലലൂയ മരവിച്ചതുപോലെ കിടന്നു. പക്ഷെ ദൂതൻ ഇറങ്ങി അവനെ തൊട്ടു. അവൻ പുറത്തേക്ക് വരുമ്പോൾ അടുത്ത പദം എഴുതി വെച്ചിരിക്കുന്നത് അവന് സുബോധം വന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഹാലലൂയ, സ്തോത്രം. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ചില വിഷയങ്ങൾക്കകത്ത് തന്നെ ഇന്ന് പകലിൽ ഹാലലൂയ നീ ചില വിഷയത്തെ ചിലരുടെ കരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിന്റെ അകത്തിലാണ് ഹാലലൂയ സ്വർഗത്തിലെ ദൈവം മറുപടി തരാൻ പോകുന്നത്. ഇന്ന് പകലിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഹാലലൂയ ചില വിഷയങ്ങൾ ദൈവകരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹാലലൂയ അവരുടെ നഷ്ടപ്പെട്ടു പോയ ഹാലലൂയ, സ്തോത്രം, ആ ആത്മീക തേജസ്സിനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവപ്രവൃത്തി. ഹാലലൂയ. ആനിയാന്റി പ്രാർത്ഥിച്ചു. ചില വിഷയങ്ങൾക്കകത്ത് മണിക്കൂറുകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്തി തരുമെന്ന് തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഹാലലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പകലിൽ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുന്നു. ഹാലലൂയ. റോസമ്മ സിസ്റ്ററിനോട് പറയുന്നു. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ജോൺ മാത്യുച്ചാനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹാലലൂയ. ഈ മണിക്കൂറുകൾക്കകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്തിൽ ദൈവത്തിന്റെ കരതലം പ്രവർത്തിക്കാൻ പോകുന്നു. പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ച ദൂതന് നിന്റെ വിഷയത്തിനകത്തിലും ഇടപെടാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്നു പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു. ഇടപെടുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. അവന്റെ പേര് യേശു എന്നാണ്. ഹാലലൂയ. വിലപിച്ചു കൊണ്ടിരിക്കുന്ന ഹാലലൂയ, സ്തോത്രം. എത്ര വിഷയം കൂമ്പാരം കൂട്ടിയിട്ടാലും അതിനകത്തു നിന്ന് തെരഞ്ഞെടുത്ത് ആവശ്യകരമായതിൽ അതത് സമയത്ത് എത്തിച്ചു തരുന്ന നിന്റെ കരയുന്ന പ്രാർത്ഥന വിഷയം. ഏലിയാവേ, നീ കരഞ്ഞത് കരീത്തിന്റെ തോട്ടിലിരുന്നു കൊണ്ടാണ്. ദാഹിച്ചു വലഞ്ഞു. ഹാലലൂയ. വെള്ളം കൊടുത്തു. വിശന്നപ്പോൾ കാക്കയെ അയച്ച് ആഹാരം കൊടുത്തു. ആഹാരം കൊടുത്തതിന് ശേഷവും ഹാലലൂയ അവനെ പോറ്റി പുലർത്തിയ ദൈവം പിന്നീടാണ് പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത്. എന്നാൽ ദൈവം അവിടെയും സംരക്ഷിച്ചു. ഹാലലൂയ. എഴുന്നേൽക്കുക, നടക്കുക. പത്രോസിനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. ദൂതൻ പറഞ്ഞത് എഴുന്നേൽക്കുക, നടക്കുക. ഹാലലൂയ, സ്തോത്രം. പട്ടണത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. ഏലിയാവിന് വേണ്ടി പട്ടണത്തിന്റെ വാതിൽ തുറന്നത് ഹാലലൂയ മരണത്തെ മാറ്റുവാനായിരുന്നെങ്കിൽ സ്തോത്രം. ഹാലലൂയ. ഒരു പട്ടണത്തിന്റെ വാതിൽ ദേശത്ത് തുറക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഹാലലൂയ തന്റെ ദാസനെ ഇവിടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹേരോദാവേ, നീ എത്ര എണ്ണത്തിനെ കൊന്നാലും ഹാലലൂയ, സ്തോത്രം. ഏതൊക്കെ വിഷയങ്ങൾക്കകത്ത് നീ ഹാലലൂയ നിന്റെ കരം ചലിപ്പിച്ചെങ്കിലും ദൈവത്തിന്റെ കരം ചലിച്ചിട്ടുണ്ടെങ്കിൽ ഹാലലൂയ, സ്തോത്രം, നീ വൃഥാവായി പോകത്തതേയുള്ളൂ. ഇതെന്താ കാരണം? ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന. ഹാലലൂയ. മനസ്സിലായ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയുടെ ഗുണം. ഹാലലൂയ. ചില വിഷയങ്ങൾക്കകത്ത് മറുപടി കിട്ടാൻ പോവാ. ആമേൻ. ഹാലലൂയ. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്നും മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിക്കൽ മുട്ടിയപ്പോൾ രോദ എന്നുള്ളൊരു ബാല്യക്കാരത്തി വിളി കേൾക്കുവാൻ അടുത്തു വന്നു.
ഹല്ലേലൂയ. അകത്ത് പ്രാർത്ഥന നടക്കുമ്പോൾ ആമേൻ ഒരു പെൺകുട്ടി ശബ്ദം കേട്ടു. ഹല്ലേലൂയ. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. ആമേൻ. നീ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിന്റെ ശബ്ദം മാത്രം, എത്ര കോലാഹലം ഉണ്ടെങ്കിലും, ഈ ദൂത് പിടിച്ചോണം ഇന്ന് പോലെ, എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ പ്രാർത്ഥനയെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ട് കേട്ടോ. നിന്റെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അത്രയും പേര് അകത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ രോദ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു പുറത്തൊരാൾ വന്ന് വിളിക്കുന്നൊരു ശബ്ദം കേട്ടപ്പോൾ അത് പത്രോസാണെന്ന് ധൈര്യത്തോടെ പറയാൻ അവൾക്ക് കഴിഞ്ഞെങ്കിൽ അവളുടെ അകത്ത് ചലിച്ച ഒരു കൊച്ചു കുഞ്ഞിന്റെ ആത്മാവ് ആമേൻ അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ പഠിച്ചുകൊള്ളണം. ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകൾക്കകത്ത് ഹല്ലേലൂയ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ആത്മാവിൽ സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. ഇതാ ദൈവശബ്ദം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത പദം പറയുകയാണ്. അവർ അവളോട് നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് പറഞ്ഞു. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ, ഉള്ളത് തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ അവന്റെ ദൂതൻ അകന്ന് എന്ന് പറഞ്ഞു. ഇതാണ് വിഷയം. എല്ലാവരും പറഞ്ഞു ആമേൻ ഹല്ലേലൂയ. അതൊന്നും അങ്ങനൊന്നും അല്ല. അവർക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ആ പെൺകുട്ടിക്ക് അവന്റെ ശബ്ദത്തിനകത്തിൽ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഇത് പത്രോസായിരുന്നു. ഹല്ലേലൂയ. ഗ്രഹിക്കണം. ചില വിഷയങ്ങൾ മുൻപിലൂടെ കടന്നു വരുമ്പോൾ ചിലത് ഗ്രഹിക്കണം. പ്രഭാതത്തിൽ ഒന്ന് പറയണം, ആമേൻ, കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ എനിക്കതിനുള്ള ശക്തി ഉണ്ടാകണം. എനിക്കത് ഗ്രഹിക്കാൻ കഴിയണം. അതെന്റെ മറുപടിയാണെന്നുള്ളത് ഗ്രഹിക്കാൻ കഴിയണം. എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന് എനിക്കത് ഗ്രഹിക്കാൻ കഴിയണം. അങ്ങനെ പറയണം കർത്താവിനോട്, കർത്താവേ എന്നെ അതൊന്ന് ഗ്രഹിപ്പിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. സമയം നമ്മുടെ മുമ്പോട്ട് കടന്നുപോയി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞാൻ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങൾ കേട്ട ദൈവശബ്ദം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി ഉണ്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രഭാതത്തിൽ കർത്താവേ അങ്ങയുടെ ദാസിദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വലിയ കാര്യങ്ങൾ ചെയ്യണേ അപ്പ. ആന്റിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവകരം കൂടെ ഇരിക്കണം. ആത്മാവിന്റെ ചലനങ്ങൾ കൂടെ ഉണ്ടാകട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ അനീഷ്യ സമൂഹലിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ അകത്തിൽ സ്വർഗത്തിലെ ദൈവം മറുപടിയെ കൊടുത്ത് മാനിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയപ്പ. ബാലസ്വാമി ദയസരിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ, ആന്ധ്രാപ്രദേശിൽ നിന്നും തന്റെ ദാസൻ ജോയിൻ ചെയ്തിരിക്കുന്നത് തന്റെ ദാസനോടുള്ള ദൈവത്തിന്റെ ഫേവർ കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. ആമേൻ. ഇന്ന് പകലിൽ ഞങ്ങൾ ആത്മാവിൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്.